ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പുണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകി വെള്ളം വാർത്തതിന് ശേഷം ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് പച്ചക്കറിയെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഞാനിവിടെ ഒരു 3 മുതൽ 4 വിസിൽ വരെ കേൾപ്പിച്ചാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഞാനിതാ വേവിച്ച് വെച്ച സാമ്പാറിൻ്റെ ഇതെല്ലാം ഒരു മൺചട്ടിയിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ പുളി കോരാനിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിനെ ഞാനൊന്ന് അരിച്ചാണ് ഇതിൽ വീഴ്ത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതോടെ എടുത്ത് നേരെ അപ്പുറത്തെ സൈഡിൽ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അവിടെയും ഞാൻ തീ ഓണാക്കി തന്നെയാണ് വെച്ചിട്ടുള്ളത്, സിമ്മിലിട്ടിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണിൽ സാമ്പാർ പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചില്ലേ ആ സാമ്പാർ, അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഞാൻ അടുപ്പിലേക്ക് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക്, ചെറിയ ഉള്ളി, കരിവേപ്പില ഇത്രയിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൽ ഓവറായിട്ട് വെണ്ടയ്ക്ക ചേർക്കാറില്ല, ഞാൻ ഇങ്ങനെയാണ് വഴറ്റിയെടുക്കാറുള്ളത്. ഇനി വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെണ്ടയ്ക്കൊന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു തീ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ആ എണ്ണയുടെ ചൂടിൽ കിടന്ന് തന്നെ ഈ മസാല ഒന്ന് വെന്തോളും. കാരണം നമ്മുടെ സാമ്പാറോടെ നല്ല ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ തയ്യാറാക്കി വെച്ച മസാല ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഈ ഒരു അരപ്പിടി അളവിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഇട്ടാൽ മതി, എങ്കിലേ മല്ലിയിലയുടെ മണം കിട്ടുള്ളൂ. ഇനി സാമ്പാർ നല്ലതായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചോറിനോടും ദോശയോടും ഇഡലി എല്ലാത്തിനോടും നമുക്ക് ഉപയോഗിക്കാം. നല്ല കട്ടിയുള്ള സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.